ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കോട്ടയം തിരുനക്കര അമ്പലത്തിലേക്കാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭരതനാട്യം അരങ്ങേറ്റം ഒന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്നെ കാണാനായിട്ട് അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം വളരെ വലിയൊരു തിരക്കാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ തന്നെ ഒന്ന് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നന്നായി ഞാൻ നോക്കി നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ വിശിഷ്ടാതിയായിരുന്നു അവിടെ ചാണ്ടികമ്മൻ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് ഏകദേശം അടുത്തിരുന്ന് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന നാരായണൻകുട്ടിയാണ് കേട്ടോ. അപ്പം നാട്യപൂർണ്ണ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ നൃത്ത സംവിധാനം നട്ടുവാങ്കം കലാശ്രീ രാജേഷ് പാമ്പാടിയുടെ നേതൃത്വത്തിലാണ് ഈ അരങ്ങേറ്റ പരിപാടി നടക്കുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിനീത ദീപക് എന്നാണ് കേട്ടോ. അപ്പം ആളുടെ മോളും കൂടെയാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ശരിക്കും എനിക്കിത് കണ്ടപ്പോൾ എനിക്കും കൂടെ ഡാൻസ് കളിക്കാൻ തോന്നി. അപ്പം നമ്മളതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഞാനും എൻ്റെ മോളും കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതൊരു മറ്റൊരു അധ്യാപികയുടെ കീഴിലായിരുന്നു. അപ്പോൾ അരങ്ങേറ്റം കുറിക്കുന്നവരുടെ ഫാമിലിയൊക്കെ പരിചയപ്പെടുത്തുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മക്കളോടത്ത് നമുക്ക് പാട്ടോ ഡാൻസോ ഒക്കെ സ്റ്റേജിലൊന്ന് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യം എന്ന് പറയുന്നത് മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമുക്കതൊക്കെ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫാമിലി ആയി കഴിയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, മക്കളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാ അമ്മമാർക്കും അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചെടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല നല്ല ഗുരുക്കന്മാരുണ്ട് ഒരുപാട്. അപ്പോൾ അവരെയൊക്കെ സമീപിച്ച് നമ്മളതൊക്കെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം, നൃത്തത്തെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിനീതയെ തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം അല്ലേ. ഹായ്, ഞാൻ വിനീത ദീപക്, നക്ഷത്രയുടെ അമ്മയാണ്. ഞാൻ പുതുപ്പള്ളി പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റ് വുമണായിട്ട് വർക്ക് ചെയ്തു. ചെറുപ്പം മുതലേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു നർത്തകിയായി മാറുക എന്നുള്ളതായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അന്ന് അതിന് സാധിച്ചില്ല. ഇന്ന് ദൈവം എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം തന്നിരിക്കുന്നത് എൻ്റെ സ്വപ്നങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ചിറകടിച്ചുയരാൻ ചിറകായി മാറുന്ന ഒരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വേദിയിൽ ഇത്ര നിറഞ്ഞ സന്തോഷത്തോടു കൂടി നീക്കുവാൻ എനിക്ക് സാധിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാത്തിനും എനിക്ക് കട്ട സപ്പോർട്ട് നൽകുന്നതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞ സന്തോഷത്തോടെ ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഗുരുവിനെ ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. സാറുള്ളതുകൊണ്ട് മാത്രമാണ് ഈ അരങ്ങേറ്റ വേദിയിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളോടൊപ്പം പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത്. എല്ലാവരോടും ഒരുപാട് നന്ദി. എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. നക്ഷത്ര ദീപക്, കേന്ദ്ര വിദ്യാലയ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് കൂരപ്പുഴയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അച്ഛമ്മ, അച്ഛൻ എന്നിവരാണ് ഉള്ളത്. അനിയൻ നൈതിക് ദീപക്, കേന്ദ്ര വിദ്യാലയ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛൻ ദീപക് മുരളി, അച്ഛൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അമ്മ വിനീത ദീപക്. എൻ്റെ അരങ്ങേറ്റമാണ് ശേഷമാണ് പ്രോഗ്രാം ആരംഭിച്ചത്. അപ്പം നമുക്ക് മനോഹരമായ നൃത്തസന്ധ്യയിലേക്ക് പോയാലോ. പ്രൊഫഷണൽ പട്ടമേള വിദ്വാൻമാരെയൊക്കെ വെച്ചിട്ട് അവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ കുട്ടികളുടെ നൃത്തം അല്ലെങ്കിൽ അരങ്ങേറ്റം നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതിന് നാട്യപൂർണ്ണയ്ക്ക് ഒരു വലിയൊരു കയ്യടി കൊടുക്കും. അത്ര കളർഫുൾ ആണല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ തിരുനക്കര മഹാദേവന്റെ അനുഗ്രഹത്തോടെ നാട്യപൂർണ്ണ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന ഭരതനാട്യ രംഗപ്രവേശത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇവരെല്ലാം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. അവരെ മാത്രമല്ല അനുഗ്രഹിക്കേണ്ടത്, അവരുടെ കൂടെ അരങ്ങേറുന്നവരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊന്ന് ചെയ്തു കൊടുത്തൂടെ? അവർക്ക് വേണ്ടി നല്ലൊരു കൈയ്യടി കൊടുത്തൂടെ? അവരുടെ മനസ്സിൽ ഇനി നാട്യപൂരിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്, ഇവിടെ അരങ്ങേറുന്ന കുട്ടികൾ മാത്രമല്ല അവരുടെ അമ്മമാരും ഉണ്ട്. ആ ഇൻട്രൊഡക്ഷനിൽ എത്ര മനോഹരമായിട്ടാണ്
വർണ്ണക്കാഴ്ചകളുടെ ഷഡല താളങ്ങളുടെ കേളികൊട്ടിലേക്ക് എല്ലാ കലാസ്വാദകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ തിരുനക്കര മഹാദേവന്റെ അനുഗ്രഹത്തോടെ നാട്യപൂർണ്ണ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന ഭരതനാട്യ രംഗപ്രവേശം 2025 രണ്ടാം ഘട്ട ആഘോഷരാവ് ഇവിടെ തുടങ്ങുന്നു. ആദ്യമായി ഭരതനാട്യ രംഗപ്രവേശനം നടത്തുന്ന കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചു. ഒരു നർത്തകിയാണ്, കുച്ചിപ്പുടിയിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എന്ത് കുച്ചിപ്പുടിയിൽ വേണം എന്നുള്ളതിനെ പറ്റിയുള്ള ഗവേഷണത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ വിശിഷ്ടാതിഥി. ഒരു സ്കൂൾ ടീച്ചറായി തുടങ്ങിയെങ്കിൽ എന്നുള്ളത് ഉറപ്പാണ്. ഓരോ ഭാഗം കാണുമ്പോഴും, ഓരോ അംഗചലനങ്ങൾ കാണുമ്പോഴും, ഓരോ അഭിനയം കാണുമ്പോഴും ഓരോരുത്തർക്കും ഓർമ്മ വരുന്നതും ഓരോരുത്തരും കണക്ട് ചെയ്യുന്നതും പല വിധത്തിലായിരിക്കും. എങ്കിലും നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു ഘടകമായിട്ടാണ് ഇന്ന് ഞാൻ ഈ നടനത്തിനെ കാണുന്നത്. ഒരു റിസർച്ച് സ്കോളറായിട്ടോ, ഒരു പെർഫോമറായിട്ടോ, അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ, അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫറായിട്ടോ ഒന്നുമല്ല. അതിനെല്ലാത്തിനും ഉപരിയാണ് അവിടെ ഇരിക്കുമ്പോൾ സഹൃദയനാവുക എന്ന്.
ഉണകി